ബ്രദറെ 2 ദിവസമായിട്ട് എനിക്ക് നല്ല തൊണ്ടയ്ക്ക് പെയിൻ ഉണ്ടായിരുന്നു, ത്രോട്ട് പെയിൻ. ആ അപ്പൊ അവിടെ ഒരു ലിംഫ് നോട്ട്സ് പോലെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടേഴ്സ്. ആ പക്ഷെ അവരൊരു മരുന്നൊക്കെ തന്നു, അത് ജസ്റ്റ് ഇന്നലെ തന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തൊട്ട് നോക്കുമ്പോ എനിക്ക് അത് ഫീൽ ആകുന്നില്ല ഒട്ടും. ഇപ്പൊ ആ തടിപ്പ് അവിടെ ഇല്ല. ഇല്ലില്ല, ഇപ്പൊ ഒട്ടും ഇല്ല. ഓ, ഇത് വലിയൊരു അത്ഭുതമാണ്. മരുന്ന് കഴിക്കാൻ തുടങ്ങി പോലുമില്ല, പക്ഷെ ഇന്ന് കൈ വെച്ച് പ്രാർത്ഥിച്ചു, ആ ഞരമ്പിന്റെ മേൽ കർത്താവ് തൊട്ട് ഇപ്പൊ തടിപ്പ് അവിടെ ഇല്ല, പൂർണ്ണ സൗഖ്യം. പൂർണ്ണമായിട്ട് സത്യം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. പാസ്റ്ററെ, എനിക്ക് 4 ദിവസമായിട്ട് ബാക്ക് പെയിൻ ആയിട്ട് ഞാൻ വളരെ ഭാരപ്പെടുമായിരുന്നു. ഇന്ന് ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് പൂർണ്ണമായിട്ട് ഒരു വിടുതൽ കർത്താവ്. ഇപ്പൊ ബാക്ക് പെയിൻ അവിടെ ഇല്ല. ഇല്ല ഇല്ല ഇല്ല. കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. താങ്ക് യു ജീസസ്. അടുത്തയാള്. ഹലോ സോദരൻ ബ്രദറെ, ആ എന്റെ കൈയൊക്കെ ആണെങ്കിൽ കോച്ചി വലിച്ചു പോവുക ബ്രദറെ. എന്താന്ന് അറിയത്തില്ല, പെട്ടെന്ന് തന്നെ വലത് കൈ ഇങ്ങനെ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കോച്ചി വലിച്ചു കയറും. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ രോഗശക്തിയെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുക, യേശുമത്തിൽ ഇറങ്ങുക. പിശാച രോഗശക്തിയോട് കൽപ്പിക്കുന്നു, പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ എസ്ട്ര ഇന്ന് തന്നെ കൈ പൂർണ്ണമായിട്ട് പിടിച്ചിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ ശരീരത്തിന്റെ അകത്തൊരു സൗഖ്യം, പൂർണ്ണ വിടുതൽ കിട്ടിയവര്? അവര് ഹലോ ബ്രദറെ, ഞാൻ കുറേ ദിവസങ്ങൾ കൊണ്ട് 2 മാസത്തിന് മുന്നേ ഞാൻ ഇതെല്ലാം ഇൻഹേലർ ഉപയോഗിക്കാതിരുന്നു. ആസ്മയൊക്കെ സുഖമായി. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വീണ്ടും അലർജി കൂടി, ശ്വാസം മുട്ടൊക്കെ വന്ന്. ബ്രദറെ, ഇന്ന് ഞാൻ ഒരുപാട് രോഗം, എന്തൊന്നും രഹസ്യമായിട്ടുള്ള രോഗമൊക്കെ ഉണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ സിസ്റ്ററെ ശ്രദ്ധിച്ചോണം, ഒരു വ്യക്തിക്കകത്തുനിന്നും രോഗം സൗഖ്യമായാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഡോർ അടയ്ക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, കർത്താവെ ഇനി ഒരു രോഗത്തിനും എൻ്റെ മേൽ അവകാശമില്ല, ഇനി രോഗത്തിന് എൻ്റെ മേൽ കയറാൻ അനുവാദമില്ല, ആ ഡോർ അടച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കേട്ടോ. ഞാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇനി പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് മൊത്തവും പ്രാർത്ഥന തന്നെയായിരുന്നു. ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പോഴും പറയണത്, നീ ഇൻഹേലർ ഇപ്പൊ ഉപയോഗിക്കണം, എന്തിനാണ് ഇനി ഇൻഹേലർ ഉപയോഗിക്കേണ്ട, നിന്റെ ജീവനുള്ള ദൈവം നിനക്ക് സൗഖ്യം തന്നു, നീ ഇൻഹേലർ ഉപയോഗിക്കരുത്. ഇന്നലെയൊക്കെ ഇൻഹേലർ ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര അസ്വസ്ഥത, പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് പറ്റിയില്ല എന്നല്ല, ചുമ്മാ കഫത്തിന്റെ പ്രയാസം പോലെ. ഇന്ന് ഞാൻ ഉപയോഗിച്ചേ ഇല്ല ബ്രദർ. എൻ്റെ ആ രഹസ്യ രോഗവും എൻ്റെ കാൽമുട്ടിന്റെ വേദനയും എല്ലാം എൻ്റെ കർത്താവ് സൗഖ്യം തന്നു. ഇത് മുഴുവനും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വചനം പറഞ്ഞുകൊണ്ട്. രഹസ്യ രോഗം ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ മാറി. കണ്ടോ? ഇത്രയേ ഉള്ളൂ. പിശാചിനോട് പറയണം, ഇനി മേലാൽ എന്നെ നിങ്ങൾ നോക്കിക്കേ, ആ രോഗം പിന്നെയും വന്നു, പിന്നെ രോഗം പിന്നെ ശരീരം മോശം പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു, കർത്താവ് സൗഖ്യം തന്നതാണെങ്കിൽ എനിക്കിത് വേണ്ട. ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് പറയും, ഡോക്ടർ തന്നെ പറയും ഇനി ഒരു കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ. ഗോഡ് ബ്ലസ് യു. അടുത്ത ചെക്കപ്പിൽ അത്ഭുതകരമായ സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റിയിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ട് ബ്രദർ. എനിക്ക് ഇന്നല്ല 2-3 ദിവസം മുമ്പ് എന്റെ ശരീരം മുഴുവൻ നീരും വേദനയാണ്. എനിക്ക് ശ്വാസം കിടക്കാൻ പറ്റില്ല, മിക്കപ്പോഴും ഇരുന്നാ ഉറങ്ങുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പൊ 3 ദിവസമായിട്ട് എനിക്ക് ആ നരമ്പുകളുടെ ഒന്നും ഒരു വേദനയും പ്രയാസവും ഇല്ല. സുഖമായ ഉറക്കമുണ്ടോ? യേശു എന്നെ സൗഖ്യമാക്കി. ഇപ്പൊ കിടക്കുന്നതിന് കുഴപ്പമുണ്ടോ സിസ്റ്റർ, ഉറങ്ങുന്നതിന്? ഇല്ല. ഇതാണ് അത്ഭുതം. നോക്കിക്കേ, നേരെ ചൊവ്വേ കിടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു, ആ ശ്വാസമുട്ടലും ഞരമ്പിന്റെ ബുദ്ധിമുട്ടുമായിരുന്നു. സഹോദരി, കർത്താവിന്റെ നാമത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. ഇപ്പം വേദനയില്ല, ഒന്നുമില്ല. കണ്ടോ, കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ നിങ്ങളുടെ അഭിഷേകത്തെ ഉപയോഗിക്കണം. ഞാൻ എളുപ്പ വഴി പറഞ്ഞു തരാം. നിങ്ങൾക്ക് കൃപാവരവും രോഗശാന്തിവരവും പലരും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒന്നും കിട്ടാൻ പോകുന്നില്ല. കിട്ടിയത് എങ്ങനെയാ പിന്നെ കിട്ടുന്നത്? കണ്ടോ, നിങ്ങളുടെ അകത്തുണ്ട് പ്രിയരെ, നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ കൈവച്ചൊന്ന് കൽപ്പിക്കുക. നിങ്ങളുടെ അകത്തുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, അത്ഭുതം നിങ്ങളുടെ അകത്തുണ്ട്. മർക്കോസിന്റെ 16 ബൈബിൾ പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. പ്രാർത്ഥന കൂടുതലുള്ളവരെ പറ്റി അല്ല അവിടെ പറഞ്ഞത്, ബ്രദർമാരെ പറ്റി അല്ല പറഞ്ഞത്, സിസ്റ്റർമാരെ പറ്റി അല്ല അവിടെ പറഞ്ഞത്, പ്രീസ്റ്റുമാരെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ വിശ്വസിക്കുന്നവർ. എൻ്റെ കയ്യിലുണ്ട് സൗഖ്യം, അത് കിട്ടണമേ തരണേന്ന് പറയുന്നവരിലൂടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവർ ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും, കിട്ടിയത് പിന്നെയും തരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
കിട്ടിയത് കൊണ്ട് ഉപയോഗിക്കുക. ഗോഡ് ബ്ലെസ് യു. ഇയാൾക്ക് വലത് കണ്ണിന് കാഴ്ചയില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. അച്ചായ കൈ വെച്ചിട്ട് എല്ലാ ദിവസവും പറഞ്ഞു, കർത്താവെ, കർത്താവ് ക്രൂശിൽ വില കൊടുത്തത് പുതിയ കണ്ണിന് വേണ്ടിയാ. കാഴ്ച കേൾക്കും, കാഴ്ച കാണും. കർത്താവിന്റെ വചനം പറഞ്ഞ് കുരുടൻ കാണും, ചെകിടൻ കേൾക്കും. നമ്മൾ ഇന്നലെ കേട്ടില്ലേ, 15 വർഷമായിട്ട് അടഞ്ഞ ചെവി യേശു തുറന്നത്. ഞാൻ യൂട്യൂബിലിട്ടുണ്ട്, ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. കൈ വെച്ചിട്ട് പറയണം, കർത്താവ് കണ്ണ് കാണും. അപ്പൊ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോ വാർത്തയ്ക്കൊന്നും വിഷയമല്ല. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കണ്ണോട് കൽപ്പിച്ച് കൈവച്ചു, കർത്താവ് അത് കണ്ണ് കാണും, കാഴ്ച പ്രാപിക്കും. യേശു വില കൊടുത്തിരിക്കുന്നു. ആമേൻ. കൈവച്ച് പറഞ്ഞോണേ, കാണുന്നത് വരെ പറഞ്ഞോണേ, കാണുന്നത് വരെ കൽപ്പിച്ചോണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധ. കാരണം കാലിന്റെ നരമ്പെല്ലാം ബാധിച്ചിരിക്കുകയാണ് ബ്രദർ. അപ്പൊ കാലിൽ കൈവച്ചു ബ്രദറെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഷുഗർ കാരണം ന്യൂറോപ്പതിയാ. കർത്താവ്, ഞാൻ അത്ഭുതത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. കാലുകളുടെ മേൽ അഭിഷേകത്തിന് വെളിപ്പെടുത്തി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിച്ച് ഈ സമയത്ത് നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് പറയരുത്. പ്രയർ റിക്വസ്റ്റ് പറഞ്ഞാൽ ഞാൻ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിടുതലിലെ കർത്താവ് ചെയ്യും. ഈ സമയത്ത് ഞാൻ സാക്ഷ്യം ചോദിക്കുന്നതിന്റെ കാരണം ആ സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുകയും അടുത്ത ഒരു ദൈവിക ആലോചനയ്ക്ക് നമുക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ പുറകെ ഇപ്പൊ പോയാൽ നമുക്ക് ദൈവം നിങ്ങളോട് സംസാരിക്കാനുള്ള ആലോചന നിങ്ങൾക്ക് മിസ്സായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രയർ റിക്വസ്റ്റുകൾ നമ്മുടെ പ്രയർ ലൈൻ നമ്പറുണ്ട്, ഇതിന് ശേഷം ഞാൻ കാണിക്കും, അതിലേക്ക് അയക്കുക കേട്ടോ. പ്രയർ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടല്ല, ഈ 100-400 പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് നേരം വെളുത്താലും തീരത്തില്ല. അതുകൊണ്ടാണ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പ്രയർ റിക്വസ്റ്റുകൾ ഇപ്പൊ പറയരുതേ. നിങ്ങൾക്ക് കൈവച്ച് കൽപ്പിച്ചുകൊണ്ടിരിക്കുക. സൗഖ്യം തരുന്നത് ബ്രദർ അല്ല, യേശുവാണ്. അത് മനസ്സിലാക്കണം. കൈവച്ച് പറയണം, യേശു എന്നെ സൗഖ്യം. എൻ്റെ കാര്യത്തിലൂടെ കർത്താവ് പ്രവർത്തിക്കും. എൻ്റെ കൈയെ ദൈവം ഉപയോഗിക്കും, എൻ്റെ നാവിനെ ദൈവം ഉപയോഗിക്കണമെന്ന് പറയരുത്. ഉപയോഗിക്കും. ഇതാ വിശ്വാസം വന്നത് ഉറപ്പാണ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 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 ഓ റബകാസ ടഫാറഹസാൻഡ. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ജയ എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കാണുക, 14 എന്ന് പറഞ്ഞൊരു നമ്പരും ഞാൻ കാണുക. ജയ എന്ന് പറയുന്നൊരു പേരും 14 എന്ന് പറയുന്നൊരു നമ്പരും ഞാൻ കാണുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാരാ? ജയയും 14 എന്ന് പറയുന്ന ഒരു നമ്പരും ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത്, ഇന്ന് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് അവരുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്, ഇപ്പോൾ തന്നെ പറഞ്ഞോ. ബ്രദറെ, ജയ എന്റെ ഭാര്യയുടെ പേരാണ് ജയ. ഭയങ്കരമായ തലവേദന സഹിക്കാൻ പറ്റാതെ 2 കരങ്ങൾ കൊണ്ട് തല അമക്കി പിടിച്ച് കിടക്കുകയാണ് ആള്. 14 എന്നാന്ന് മനസ്സിലാകുന്നില്ല ബ്രദറെ. 14 ഒരു നമ്പർ എന്നെ കണ്ടുകൊണ്ടിരിക്കുക ബ്രദർ. അതുമായിട്ട് എന്നാ റിലേഷൻ ഉള്ളത് ഒന്ന് നോക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു നോക്കുക. ഞാൻ കർത്താവ് ഇന്ന് രോഗത്തിന് വേണ്ടി കൽപ്പിക്കുന്നത് പൂർണ്ണ സൗഖ്യമായി ഇന്ന് തന്നെ കിടക്കയെടുത്ത് നടക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇനി ഈ പേര് ശ്രദ്ധിച്ചോണം. ഈ ജയ എന്നുള്ള പേര് 14 എന്നൊരു നമ്പർ. ഇനിയിപ്പോ സൂമിലല്ല, യൂട്യൂബിലോ മറ്റ് ലൈവ് സ്ട്രീമിലാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളത് കമന്റ് ചെയ്യുകയോ വാട്സാപ്പിൽ അയക്കുകയോ ചെയ്യുക. എന്താണ് ഈ നമ്പരുമായിട്ട് കണക്ഷൻ എന്നുള്ളത്? ലോർഡ് ജീസസ്, ഞാനിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഓ ഹോളി സ്പിരിറ്റ്, ഞാൻ ഈ നോബിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയാൻ. നോബിളുമായിട്ട് ബന്ധപ്പെട്ടതാരാ? നോബിളിന്റെ ഭവനത്തിന് വേണ്ടി കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. അവിടുത്തെ തലമുറയെ ദൈവം സന്ദർശിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, നോബിളുമായി ബന്ധപ്പെട്ട മകന്റെ ഭാര്യയുടെ ആങ്ങളെയാ. ആൺതലമുറയെ ഞാൻ കാണുന്നില്ല സിസ്റ്റർ കുടുംബത്തില്. ആരുടെ കുടുംബത്തില്? എന്റെ മരുമോന് നോബിളാണ്. എന്റെ മരുമോൻ നോബിളാണ്. ആ മരുമോന്റെ കുഞ്ഞ് 4 വയസ്സുകൊണ്ട് സംസാരിക്കത്തില്ല. ഓ, ഈ നോബിളാണോ മരുമോൻ? അതെ, എന്റെ മരുമോനാ. ആൺതലമുറ മിണ്ടത്തില്ല. ഇല്ല, വേർഡ്സ് ഒന്നും പറയത്തില്ല. അതായത് വലിയ ഭാരത്തില്ല. സംസാരിക്കാത്തതാണോ അതോ സംസാര ശേഷി ഇല്ലാത്തതാണോ?
അല്ല, കുറച്ച് സംസാരിക്കും. പക്ഷെ സ്കൂളിൽ അതുകൊണ്ട് അഡ്മിഷൻ കിട്ടിയില്ല. നല്ലതായിട്ട് സംസാരിക്കില്ല. ഓ, അവന്റെ യേശുവിന്റെ നാമത്തിൽ ദൈവം തൊടുക കേട്ടോ. നോബിളിന്റെ തലമുറയെ ദൈവം സന്ദർശിക്കുവാന്നാ പറഞ്ഞത്. മുറുക്ക പിടിച്ചത് സിസ്റ്റർ, വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇന്നു മുതൽ പ്രഖ്യാപിക്കണം, അവിടെയുള്ള ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ അവൻ പഠിക്കും. ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ പഠിക്കും. അവനെ ദൈവം ഒന്നാമനാക്കും. പിമ്പന്മാരെല്ലാം മുമ്പന്മാരായിത്തീരും. ഞാൻ ആ വചനത്താൽ അനുഗ്രഹിക്കുക. നോബിളിന്റെ നിങ്ങളുടെ ഹൃദയത്തെ നുറുങ്ങിയത് തമ്പുരാൻ കേട്ടു കേട്ടോ. ഹൃദയം തകർന്നത് കർത്താവ് കേട്ടു. ഇന്ന് നോബിളിന്റെ തലമുറയെ യേശു തൊടുകയാണ്. അപ്പാ, ഞങ്ങൾ ഇപ്പോൾ തന്നെ സ്പർശിക്കുന്നല്ലോ അപ്പാ. മുറുകെ പിടിച്ച ദുഷ്ടന്റെ ആഗ്രഹം അവനെ ഒന്നിനും കൊള്ളാത്തവനായി മാറ്റി നിർത്താനാ. യേശുവിന്റെ പ്ലാൻ അവനെ മുമ്പനാക്കാനാ. ഞാനത് അഭിഷേകത്തെ റിലീസ് ചെയ്യുന്നു. ആമേൻ പറഞ്ഞതിനെ പിടിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാനൊരു ഭവനത്തിന്റെ അകത്ത് മുറിയാണ് കാണുന്നത്. വീടിന്റെ അകത്ത് ഇതിന്റെ ഈ ഫ്രെയിം ഞാനിപ്പം വീടിന്റെ അകത്ത് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് പുറത്തുനിന്ന് വരുന്ന പൊസിഷൻ അല്ല. ഞാൻ ഈ വീടിന്റെ അകത്ത് ഇപ്പൊ പ്രവേശിച്ചിരിക്കും. അകത്തൊരു മുറിയാത്. വെളിയിൽ നിന്നും അകത്ത് കയറി. പക്ഷെ അകത്ത് വിഷനാണ് ഞാൻ കാണുന്നത്. ആ ഭിത്തിയേല് ചുവന്ന ഒരു കവർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. ഒരു ചുവന്ന കവറ് അവിടെ തൂക്കിയിട്ടിരിക്കുക ഈ ഭിത്തിയേല്. ഈ ഒരു മുറിക്കകവാ ഞാൻ കാണുന്നത്. ഇതിങ്ങനെ വാതിലിനോട് ചേർന്നോ അതിങ്ങനെ കാണാൻ പറ്റും. ഈ ഭിത്തിയേൽ ഇങ്ങനെ ചുവന്നത് കവറാണത്. അതിങ്ങനെ തൂക്കിയിട്ടിരിക്കുക. അത് ആ ഭവനത്തിന്റെ അകത്ത് ഇപ്പൊ ഞാൻ എൻ്റെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന്റെ അകത്തിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, അവിടെ നിന്നൊരു പേപ്പർ, ഒരു ഫയലിന്റെ അകത്തൊരു പേപ്പർ, അതിൻ്റെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടുക. ഹോളി സ്പിരിറ്റ്, ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നു. അപ്പൊ ഏത് ഭവനത്തിന്റെ അകത്താണോ ഈ ചുവന്ന കവർ ആ ഭിത്തിയെ കിടക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് പറയുന്നു, ഈ പേപ്പറുകൾ, ഡോക്യുമെന്റുകളും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, സർട്ടിഫിക്കറ്റുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെടുക. അതേത് വീട്ടിലാണ് കിടക്കുന്നത്? അകത്ത മുറിയിലാണ്, വെളിയിലല്ല. അകത്ത മുറിയിലാണ് ഇത് കിടക്കുന്നത്. ഇപ്പോൾ തന്നെ ദൈവം ആ ഭവനത്തിന്റെ അകത്തൊരു സന്ദർശനം വെളിപ്പെടുത്തുക. ലോർഡ് ജീസസ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ പറയാൻ വേണ്ടി. എന്റെ വീട്ടിലാണ് ബ്രദറെ. സിസ്റ്ററുടെ ഭവനത്തിൽ കിടക്കുന്നു. അതെ, എന്റെ ഭവനത്തിലുണ്ട്. സിസ്റ്റർ, ഞാൻ ഈ മെയ് മാസം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണുക. മെയ്യും എന്റെ ബർത്ത്ഡേയാ. സിസ്റ്ററുടെ ബർത്ത്ഡേ മെയ് മാസം. അതെ. ഈ കവർ കിടക്കുന്നത് ഈ മുറിയിലാണോ സിസ്റ്ററെ? അതെ അതെ. നിങ്ങളുടെ മുറിയാണോ? ബെഡ്റൂമിൽ അല്ലേ? അതെ അതെ. അവിടെ സിസ്റ്റർ ഞാനൊരു ഫയൽ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിന്റെ മേൽ ഇങ്ങനെ കർത്താവിന്റെ കരം ഇങ്ങനെ നിൽക്കുക. ഓ യേശുവേ, വലിയൊരു അത്ഭുതം ഈ ഡോക്യുമെന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ വേണ്ടി പോവാ. സന്തോഷത്തോടെ അത് കൈനീട്ടി മേടിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഇത് റിലീസ് ചെയ്യുക. ചാടി പിടിച്ചു യേശുവിന്റെ നാമത്തിൽ. ദുഷ്ടന്റെ ആശ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ ഏറ്റെടുത്തു. വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യും കേട്ടോ. ലോർഡ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ, ഇപ്പൊ ആരാ അത് കമന്റ് ചെയ്തേക്കാൻ? ഞാൻ ഇപ്പൊ ഒരു കണ്ടല്ലോ, ജയ എന്നുള്ള പേര്, അവളുടെ വർക്ക് പ്ലേസിൽ എന്തുവാ അത് 14 നിലയിൽ നിന്നാണോ? ആരാ അത് കമന്റ് ചെയ്തേക്കുന്നത്? മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണോ? ഇവർ കമന്റ് ഞാൻ കണ്ടു. ലാവ LS എന്ന് പറഞ്ഞൊരു പേരാ ഞാൻ കാണുന്നത്. മ്യൂട്ട് മാറ്റാൻ പറ്റുവാണോ? കുടുംബത്തിന്റെ അകത്ത് ഉണ്ടോ? എന്റെ പേര് പ്രിയ എന്ന പേര്. മകളുടെ പേര് ജയലക്ഷ്മി. അപ്പൊ അവള് വർക്ക് ചെയ്യുന്ന ബിൽഡിംഗ് 14 നിലയാണ്. 14 എന്നുള്ള നമ്പർ അതാണോ? നിലയാണോ അത് നമ്പരാണോ? 14 നിലയാണ് അവരെ ബിൽഡിംഗ് നിൽക്കുന്നത്. ജയ ലക്ഷ്മി എന്നല്ല, ജയ. പക്ഷെ ജയ എന്നാ വിളിക്കുന്ന മോളെ? ചിലവര് ജയാന്ന് വിളിക്കും, ചിലവര് ലച്ചു എന്ന് വിളിക്കും. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് നമുക്ക് അറിയത്തില്ല വിളിപ്പേരാണോ ഒറിജിനൽ പേര്. ജയ 14 കാണിച്ചോണ്ടിരിക്കുവായിരുന്നു. മോൾ അവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അതെ അതെ, മരുതമല. യേശുവിന്റെ നാമത്തിൽ എനിക്ക് അറിയത്തില്ല. അതാ ചോദിച്ചത്. 14 എന്നുള്ള നമ്പർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതാണ് ചോദിച്ചത്, എടുത്ത് ഞാൻ ചോദിച്ചത്. ഇന്ന് കർത്താവ് അവിടെ വെച്ച് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി അവളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോവാ. കർത്താവെ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ദൈവമേ അങ്ങ് മാനിക്കുന്ന ദൈവമാണല്ലോ.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. സിസ്റ്റർ ആമേൻ പറഞ്ഞതിനെ പിടിച്ച് യേശുവെ ദുഷ്ടന്റെ ആശകൾ നശിക്കുകയാണ്. അവൻ പല്ല് കടിച്ചുരുകി ആമേൻ പറഞ്ഞ് അത്ഭുതത്തെ സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. ഇന്ന് കേട്ടതുപോലെ ആത്മാവിൽ വിതയ്ക്കുന്നപ്പ ആത്മാവിൽ കൊയ്യും. ഓ യേശുവേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നു പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ വന്നത്? ബ്രദറെ രമ്യയാണേ. ബ്രദർ ഇപ്പൊ ജയ എന്ന് പറഞ്ഞില്ലേ, ആ ബ്രദർ ഇന്ന് തന്നെ 3 പേര് പറഞ്ഞായിരുന്നു. ഒന്ന് സുബി എന്ന് പറഞ്ഞു. സുബി എന്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. ആ അവളുടെ ബ്രദർ ആണ് ഈ സിബി എന്ന് പറയുന്നത്. അവളുടെ അമ്മയാണ് ജയ. ഉം. ഇവര് ഇപ്പൊ 3 ഒരു വീട്ടിലുള്ളവരാ. സിസ്റ്റർ 14 എന്നൊരു നമ്പർ ഞാൻ കാണിച്ചു, അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. എനിക്ക് ജയം നമ്പറിന്റെ കാര്യം അറിയില്ല, പക്ഷെ അത് ഇവര് 3 ചോദിക്കണേ. ഒരു വീട്ടിലുണ്ട്. ആ ഞാൻ ചോദിച്ചോളാം. അതാ നമ്പർ ഞാൻ എടുത്ത് ചോദിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. അടയാളങ്ങൾ എപ്പോഴും നമുക്കൊരു കൺഫർമേഷനാണ് കേട്ടോ. ഓരോ ചിലപ്പോൾ ഒരു പേര് വെളിപ്പെടുമ്പോൾ ഈ പേര് ഒത്തിരി കണ്ടു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, കുടുംബത്തിൻ്റെ അകത്ത് ചുമന്ന കളറിലെ ഒരു കവർ കണ്ടു. അപ്പോൾ നിങ്ങൾ പറയും ബ്രദർ എല്ലാ വീട്ടിലും ചുമന്ന കൂട് കാണത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു അതിൻ്റെ അകത്ത് മെയ് മാസമുള്ള ഒരു വ്യക്തിയെ കർത്താവ് കൺഫർമേഷൻ, അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ വീടാണ് അതെൻ്റെയാണ് എന്ന് പറയുന്നത്. കൺഫർമേഷൻ, അടയാളങ്ങൾ എപ്പോഴും നമുക്ക് കൺഫർമേഷനാണ്, എപ്പോഴും നമ്മളെ ഉറപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ അടയാളങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുമായിട്ട് അതിന് ബന്ധം, അടയാളം എപ്പോഴും ബൈബിളിലുണ്ട്. ഗിദെയോൻ ദൈവത്തോട് അടയാളം ചോദിച്ചു. ദൈവം അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ദൈവമാണ്. ലോർഡ് ജീസസ്. നമ്മൾ ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുമല്ല, പകരം എൻ്റെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ എന്നെ സ്പിരിച്വലി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം അടയാളം വെളിപ്പെടുത്തുന്നത്. ബറിയോനോ ഷീമോനെ എന്ന് വിളിക്കുന്നത് പോലെ, അതിനെയല്ല നീ അത്തിയുടെ ചൂട്ടിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ കണ്ടത് കേട്ടോ. അതേപോലെ കർത്താവ് ചില അടയാളങ്ങൾ നമ്മോട് സംസാരിക്കും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്നോടൊന്ന് സംസാരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ അങ്ങയുടെ കൃപ എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കും. ആരും മ്യൂട്ട് മാറ്റണ്ട പ്രാർത്ഥിക്കുമ്പോൾ, സൗണ്ട് ക്ലാഷ് ആയിപ്പോ. ബ്രദറെ ഒരു കാര്യം ചോദിക്കട്ടെ? ആ ഹലോ ബ്രദറെ, ഇന്ന് നമ്മള് ഈ മറ്റേ ഇവിടെ കൽപ്പറ്റ എന്താണ് വയനാട് ഒരു ദുരന്തം, ഇന്ന് മണ്ണിടിച്ചില് അയ്യോ സിസ്റ്റർ, ഉണ്ടായിരുന്ന തീർച്ചയായിട്ടും ഞാനത് പ്രാർത്ഥിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാനത് ബ്രദറെ ആ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ അത് ഞാൻ ഈ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ വെളുപ്പിന് അന്യഭാഷ പ്രാർത്ഥിക്കൂലേ, അപ്പൊ പ്രാർത്ഥിക്കാൻ നേരത്ത് പ്രാർത്ഥിച്ച് കിടന്നു കഴിഞ്ഞപ്പോ ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കാഴ്ചയാണ് കണ്ടത്. കാഴ്ച എന്ന് പറഞ്ഞാൽ അടിച്ച് മിന്നിച്ച് ഒരു കാറ്റ് വന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് അതിങ്ങനെ വെള്ളം അടിച്ചു പോണ പോലെ ഞാൻ കണ്ടായിരുന്നു ബ്രദർ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര പേടിയായി. എന്നിട്ട് അയ്യോ ഞാൻ സിസ്റ്റർ, അപ്പത്തിന് അങ്ങനെയുള്ളപ്പം പ്രാർത്ഥിച്ചു. അത് സിസ്റ്റർ എന്നോട് ഷെയർ ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ദർശനങ്ങൾ കാണുമ്പോൾ ചില ദുരന്തങ്ങൾ, നമ്മളൊരു കാര്യം ഓർത്തോണം. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് വലിയ ഭാരം തോന്നി. നിങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി സഹോദരങ്ങളെ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണവേ. നിങ്ങൾ ഓർക്കും ഞാൻ ഈ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു മൂല അല്ല പറയുന്നത്, നിങ്ങളുടെ ദൈവം ആ ദേശം തന്നിരിക്കുക. സഹോദരി അന്യഭാഷാ പ്രാർത്ഥനയിൽ എനിക്കറിയാം ഒത്തിരി ആൾക്കാരുടെ സ്പിരിച്വൽ ഐസ് തുറന്നവരുണ്ട്, ആത്മീയ ചെവി തുറന്നവരുണ്ട്. ഇപ്പൊ സഹോദരി പറഞ്ഞ ദർശനം കണ്ടോ, അന്യഭാഷ പറഞ്ഞ് കടന്നപ്പോൾ ദർശനം കണ്ടു. കാര്യം നമുക്കറിയത്തില്ല, അന്യഭാഷയ്ക്കകത്ത് നമുക്ക് സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉണ്ടാവുക, പരിശുദ്ധാത്മാവിന്റെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുന്നതാ. അപ്പം ഈ ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞ്, ഞാൻ എപ്പോഴും ഞാൻ ആയിരിക്കുന്ന പട്ടണത്തെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ദൈവം എന്നെ ആക്കി വെച്ച രാജ്യത്തെ ദൈവം എനിക്ക് തന്നിരിക്കുക. എൻ്റെ അയൽവക്കത്തൊക്കെ നമ്മൾ അനുഗ്രഹിക്കണം, അവരെ അവകാശം പറയണം. കാര്യം നമ്മൾ നിമിത്തം യഹോവ പട്ടണത്തെ നശിപ്പിക്കത്തില്ല. പേര് നിങ്ങൾ വയനാടുള്ളവരായിക്കോട്ടെ, നിങ്ങൾ കേരളത്തിൽ ലോകത്തിന്റെ ഏത് കോണുള്ളവരായിക്കോട്ടെ, നിങ്ങൾ അവിടെ നിന്ന് കർത്താവ് ഈ ദേശം കർത്താവ് എന്നെ ആക്കി വെച്ചതാണ്. സഹോദരി, ഇനി ആര് ദർശനം കണ്ടാലും, പ്രത്യേകിച്ച് അങ്ങനെ ദർശനം കാണുമ്പം നിങ്ങളത് പക്ഷെ ഞാൻ ആ പേര് തന്നെ പറഞ്ഞ ബ്രദറെ, ആ സ്ഥലത്തിന്റെ പേര് തന്നെ എന്റെ വായിൽ വന്നത്. അപ്പൊ അപ്പൊ ഞാൻ ഓർത്ത് അപ്പൊ കർത്താവേ അങ്ങനെയുള്ള എന്തുകൊണ്ടാ ഞാൻ ഈ പേര് തന്നെ വന്നേന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ എനിക്കൊരു പ്രാർത്ഥിക്കണ ഒരു കൂട്ടുകാരത്തി ഉണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്കാരത്തിനോട് പറഞ്ഞു. ആ പുള്ളിക്കാരത്തി പറഞ്ഞു, ചേച്ചി അത് പ്രാർത്ഥിക്കണം, എന്തോ ഒരു ഇത് വന്നതാണ്, അപ്പൊ അതിനു വേണ്ടി പ്രത്യേകം ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി അത് ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കണ്ടോ, നമ്മളതിനെ പ്രാർത്ഥിച്ച് ബന്ധിക്കുകയും ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നമ്മൾ സാധാരണ പ്രാർത്ഥനയല്ല ചെയ്യേണ്ടത്. ഒരു അനർത്ഥം ദൈവം വെളിപ്പെടുത്തുമ്പോൾ, ഇനി ശ്രദ്ധിച്ചോണം നിങ്ങൾ, കർത്താവ് ഞാൻ യേശുവിന്റെ നാമത്തിൽ അനർത്ഥം കൊണ്ടുവരാൻ നോക്കുന്ന പിശാചിന്റെ സകല പ്രവൃത്തികളെയും നമ്മളതിനെ ബന്ധിക്കണം. കാര്യം സൂര്യ നീ നിൽക്കുക, ചന്ദ്ര നീ അയ്യാൻ താഴ്വര നിൽക്കുക എന്ന് യോശുവ പറഞ്ഞപ്പോൾ പ്രപഞ്ചം നിന്നു. കണ്ടോ, അതിന്റെ പ്രവൃത്തികളെ നിർത്തിച്ചവിടെ.
അപ്പൊ അതേപോലെ നിങ്ങൾ അധികാരം ഉപയോഗിച്ച് വേണം അതിനെ ബ്രേക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അഭിഷേകം, അധികാരം, ഇത് രണ്ടും ശ്രദ്ധിച്ചോണേ. ഒരു വെളിപ്പാട് കാണുമ്പോൾ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ആ പിശാചിന്റെ പ്രവൃത്തിയെ ബന്ധിക്കാറ് കണ്ടിട്ടുണ്ടോ? കാര്യം എന്താ പറയുക, അത് വെളിപ്പെടുക മാത്രം പോരാ, ആ വെളിപ്പെടുത്തുന്നതിനെ ബന്ധിക്കണം, എന്നാലേ ഉള്ള പ്രവൃത്തി നിങ്ങൾ ഇത് വിട്ടുമാറത്തുള്ളൂ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനി ഇതുപോലെ ദർശനം കാണുമ്പോൾ എഴുതി വെച്ച് ഉറക്കെ പ്രാർത്ഥിക്കണം. അത് നിങ്ങൾ അറിയിക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടി, കേട്ടോ. എല്ലാവരും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ഞാനതാ പറഞ്ഞത്, അന്യഭാഷ പ്രാർത്ഥിക്കുന്നവർ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അകത്ത് നമ്മൾ ഇത്രയും 40 എത്ര മാസം, നമ്മൾ 3-4 മാസമായിട്ട് നിർത്താതെ അന്യഭാഷയല്ലേ? എത്ര നാളിപ്പോൾ തുടങ്ങിയിട്ട്? 3-5 ആയിരുന്നു അല്ലേ നമ്മുടെ എന്ന് തുടങ്ങിയത് നമ്മൾ പ്രാർത്ഥന? ഏപ്രിൽ മാസം അല്ലേ? അല്ല, നമ്മുടെ മാർച്ച് മാസം, അല്ല മാർച്ച് അല്ല, ജൂൺ, ഫെബ്രുവരി മാസം നമ്മൾ ആരംഭിച്ച പ്രാർത്ഥന. ഫെബ്രുവരി നമ്മൾ ആരംഭിച്ച പ്രാർത്ഥനയാണ്. അതായത് നമ്മുടെ വെല്ലി മീറ്റിങ്ങിന് മുമ്പ് നമ്മൾ തുടങ്ങിയ പ്രാർത്ഥനയാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. അപ്പൊ ഈ 6 മാസമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം 3 മണിക്ക് നമ്മൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൂടാതെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 8 മണിക്ക് നമ്മൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇത്രയും നാൾ അന്യഭാഷ പ്രാർത്ഥിച്ചപ്പോൾ നിന്നെ സംബന്ധിച്ചറിയാവോ, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെട്ടു, നിങ്ങളുടെ ഇന്നർമാൻ ബലപ്പെട്ടു, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പറ്റും, ദൈവത്തിൽ നിന്ന് കാണാൻ പറ്റും, ആത്മലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കേട്ടോ, ഇപ്പൊ 8 മാസമുള്ള ചെറിയ കണക്കല്ലത്. തുടർമാനമായി പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളെ കർത്താവ് പിടിച്ച് വലിക്കുക. കേട്ടോ, നിങ്ങളെ കർത്താവ് പിടിച്ചു നിർത്തുക. കാര്യം ഇത്രയൊന്നും ആരും പ്രാർത്ഥന എനിക്ക് അറിയത്തില്ല, കണ്ടിന്യൂസ് ഒന്നും പ്രാർത്ഥിക്കുമായിരിക്കും. ചിലരിപ്പം ചർച്ചകളിൽ ഉപവാസം വരുന്ന സമയത്ത് ചിലപ്പം ആ കുറച്ച് ദിവസം പ്രാർത്ഥിക്കുമായിരിക്കും. അത് ചെറിയ കാര്യമല്ല. എന്നാൽ പോലും ഇത്രയും മാസങ്ങൾ നമ്മളിപ്പോൾ തുടർന്നു. വലിയ കൃപയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഭയങ്കര ഒരു ശക്തി തന്നുകൊണ്ട് മാത്രമല്ലേ നമുക്ക് പറ്റത്തില്ല പറയാം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ശക്തി കൊണ്ട് അപ്പോസ്തലന്മാർ പോലും കടന്നുറങ്ങിപ്പോയി. അപ്പം നമുക്ക് കിട്ടിയതിന്റെ കാര്യം ദൈവത്തിന്റെ കൃപയാണ്, ബലമാണ്. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ ദർശനം കാണുന്നവര് പ്രാർത്ഥിക്കണം, അതിനെ വെട്ടി പ്രാർത്ഥിക്കണം. അത് വലിയൊരു ദുരിതമാണ്. നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, ഞാനത് ഓൾറെഡി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പോൾ യേശുവേ മണ്ണടിച്ചിൽ ആർക്കും അനർത്ഥം വരാതെ, ഗറിമേ ദുരിതങ്ങൾ ഇനി ദേശത്തിൻ്റെ മേൽ സംഭവിക്കാതെ, ദുരിതങ്ങൾ വിതയ്ക്കാതെ സഭ ഉണരട്ടെ. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുക എന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ആപത്തനർത്ഥമുള്ള കർത്താവെ അത് മുൻകൂട്ടി കാണുവാൻ, അതിനെ വെട്ടിമാറ്റുവാനുമുള്ള ആ എബിലിറ്റി ഞങ്ങളിൽ ഉണ്ടല്ലോ അപ്പ. അത് ജ്വലിച്ചതിന് നന്ദി പറയുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ലോസ് പറ്റാഫറാസിയ. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന, കഴിഞ്ഞ ദിവസം നമ്മൾ UK ഞങ്ങൾ ഹേസ്റ്റിങ്സിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു. നമ്മളത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു ആ ഹോളിൽ. അതുപോലെ അങ്ങനെ ഒരു നിയോഗം ദൈവം തന്നതുകൊണ്ടാണ് ദേശത്തിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം കാണിച്ചു. ആ ദേശത്തിൻ്റെ അകത്ത് വിതയ്ക്കുകയാണ് നമ്മൾ ഈ ദിവസം. വരുന്ന ദിവസങ്ങളിൽ പിന്നെയും നമ്മൾ ഇരിക്കുന്നുണ്ട്. 2 മണിക്കൂറോളം നമ്മൾ അന്യഭാഷ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. 2 മണിക്കൂറോളം. അത് വലിയ കാര്യമാണ്. ആ ഹോളിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് പിന്നെയും പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ കൊണ്ടുപോയി. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ അങ്ങ് ജനത്തെ തൊടുന്നല്ലപ്പ, അങ്ങ് ജനത്തെ സ്പർശിക്കുന്നല്ലപ്പ. ഓ എൻ്റെ യേശു, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെക്കാവോ. ആ വേദനയുള്ള ഭാഗത്തും രോഗമുള്ള ഭാഗത്തും കൈയെടുത്ത് വെക്കാവോ. പ്രാർത്ഥന വിഷയമല്ല, കൈവച്ച് ആ വേദനയുള്ളത്, രോഗമുള്ളവർ, ഇനി രോഗികൾ അടുത്തുള്ളവർ, അവരുടെ എല്ലാം കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, ഓ യേശുവെ, ഇപ്പോൾ തന്നെ കർത്താവെ അങ്ങയുടെ രക്തത്താലുള്ള ജയം, ആ രോഗശക്തി ഇപ്പോൾ അഴിഞ്ഞു മാറുകയാണ്. ഓ ഫറാമക്കസാല, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏപ്രിൽ മാസത്തിൻ്റെ അകത്ത് 6-ാം മാസത്തിൽ ജനിച്ച വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുക. ഏപ്രിൽ മാസം 6-ാം തീയതി ജനിച്ച വ്യക്തിയെ ദൈവം തൊടുക. ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പം 2006 മുതൽ നിന്ന ഒരു പ്രതിസന്ധി ഇന്ന് അവിടുന്ന് പടി ഇറങ്ങുക. ഏപ്രിൽ മാസം 6-ാം തീയതി ജനിച്ച വ്യക്തിയുടെ ഭവനം ഏതാണോ 2006 മുതൽ നിന്ന് പ്രതിസന്ധി ഇപ്പം ഇറങ്ങുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആണ് ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു. ഒരറിയിപ്പ് ഞാൻ പറഞ്ഞോട്ടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് ഈ ആഴ്ച വെള്ളിയാഴ്ചയാണ്, ഫ്രൈഡേ ആണ് നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ്. അപ്പം ഫ്രൈഡേ നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്.
ശനിയാഴ്ച നമുക്ക് വുമൺസ് മീറ്റിംഗ് ഉണ്ട്. സെയിം ടൈമാണ്, 1 മണി UK ടൈം, 1 മണി ഇന്ത്യൻ സമയം, 6 മണിക്കാണ്, 6:30ക്കാണ്. അത് ഓർപ്പിക്കുന്നു. വുമൺസ് മീറ്റിംഗ് 6:30ക്കും. ഫ്രൈഡേ നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗുമാണ് കർത്താവ്. അപ്പം അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ രോഗികളായിട്ടുള്ളവരെയും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളവരോട് പറയുന്നു, നിങ്ങളത് കയറുക, ദൈവം സംസാരിക്കും, ദൈവം ഇടപെടും. ആർക്കെങ്കിലും ഒക്കെ ലിങ്ക് അയച്ചു കൊടുക്കുക, അവർ ഇൻവൈറ്റ് ചെയ്യുക. ഒന്നും പറയണ്ട, അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. ഒരു കാര്യം, പിന്നെ പേര് പോലും ശരിക്കിടണമെന്ന് പറഞ്ഞേക്ക്. പേര് തെറ്റിച്ചിടാം, നിങ്ങൾക്ക് നമ്പർ ഇടാം, പേരിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഇനിയിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ചില പേര് വെളിപ്പെട്ട് കഴിയുമ്പോഴേക്കും അത് ബ്രദർ നോക്കി പറഞ്ഞാന്ന് പറയണ്ട, എങ്ങനെ വേണം ഇട്ടോളാം പറ, കർത്താവ് സംസാരിക്കും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കൈവച്ച് ഹലോ ബ്രദർ, എന്റെ ഗ്രാൻഡ് ഡോട്ടർ April 6th ആണ് ജനിച്ചിരിക്കുന്നത്. 2006 അവിടെ 2006 May 6th. 2006 April 6th ആണോ? അതെ, April 6th. 2006 ആണ്, April 6th ആണ്. April 6th. ആ മകള് ജനിച്ച അന്നും എൻ്റെ ഉള്ളത് 2006 മുതല് ആ പ്രതിസന്ധി അവിടെ നിന്ന്. അപ്പൊ ആ മോള് ജനിച്ച സമയം മുതൽ കയറി കൂടിയപ്പോ കർത്താവ് എത്ര ആക്യുറേറ്റാ. April 6, 2006 അല്ലേ സിസ്റ്ററെ? ഈ കാര്യം വല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കർത്താവ് ഇന്ന് ആ മകള് ജനിച്ചപ്പോ മുതല് ആ ഭവനത്തിന്റെ അകത്ത് കയറി കൂടിയ ഒരു പ്രതികൂലം നമ്മൾ മറഞ്ഞിരിക്കുവായിരുന്നത് ഇന്നത് വേരോടെ ഇറങ്ങുക കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് പിടിച്ച് ആ കുടുംബത്തിന്റെ അകത്തൊരു യഥാസ്ഥാനം റിസ്റ്റോറേഷൻ നടക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ചിലരുടെ സ്വഭാവം മാറും കേട്ടോ, ചിലരുടെ സ്വഭാവം മാറും. നമ്മൾ അതിശയിക്കുന്നത് എന്തുവാ, ആ ദുരാത്മ ശക്തിയുടെ പ്രവൃത്തി വിട്ടുപോകുമ്പോൾ ആള് മാറിയവരെ പോലെ ആകും. എന്റെ യേശുവേ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവനെ, മഹത്വമെല്ലാം അങ്ങേക്കുള്ളത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. രോഗികൾ കൈവച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ആ രോഗബന്ധനം ഇപ്പൊ അഴിയുക കേട്ടോ, ആ രോഗശക്തി ഇപ്പൊ അഴിയുക കേട്ടോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവെ, അങ്ങയുടെ ശക്തിയുടെ വ്യാപാരം കൈവച്ച് ഇന്ന് പെടലി വേദന, നടുവേദന, കാല് വേദന, കിഡ്നിയുടെ ബുദ്ധിമുട്ടുകൾ, ഹാർട്ടിന്റെ പ്രോബ്ലം, ബ്ലഡിലെ പ്രഷർ, ഷുഗർ, ഡയബറ്റിക് എല്ലാം നോർമലാകിയ യേശുവിന്റെ നാമത്തിൽ. വേദന കൊണ്ട് പൊളയുന്നവരെ കൈയെടുത്ത് വെച്ച് ഇന്ന് രോഗത്തെ ഇറങ്ങടാന്ന് പറ. യേശു അതിൽ പിശാചേ നീ ഇറങ്ങുക, നിന്റെ സകല പ്രവൃത്തിയും ഇറക്കി വിടുന്നപ്പ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് യേശു ഞങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നത്. കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നപ്പ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ. ആ രോഗത്തെ ചവിട്ടുവാണ്, വേദനയെ ചവിട്ടുവാണ്, ആ ബുദ്ധിമുട്ടിനെ ചവിട്ടുകയാണ്. അതിനെ ഞങ്ങൾ ചവിട്ടി മെതിക്കുന്നപ്പ ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ലപ്പ. ആ ദുരാത്മാവിനോട് ഇറങ്ങാൻ കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ തീ കത്തിക്കുന്നപ്പ, രോഗത്തിന്റെ മേൽ തീ കത്തിക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേരോടെ അതിനെ പിഴുതെടുക്കുക, വേരോടെ പിഴുതെടുക്കുക. ഹീലിംഗ് പവർ മൂവ് ചെയ്യുക, സൗഖ്യമാക്കുന്ന ദൈവത്തിന് കാര്യം. യേശുവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോപ്പ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോപ്പ. അങ്ങയ്ക്ക് മഹത്വമാണപ്പ. ഇന്ന് രോഗസൗഖ്യത്തിലൂടെ ദൈവമേ അങ്ങയ്ക്ക് മഹത്വം തരുന്നപ്പ. ഇപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ ഉണ്ടാവുക. വേദന പോവുക. ഇപ്പൊ നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു പോകുക, രോഗം ഗുഡ് ബൈ പറഞ്ഞു പോകുക. ഓടിപ്പോയി ചെക്ക് ചെയ്യണ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോ. Healing power is moving. Healing power is moving. Healing power is moving. In the name of Jesus Christ. Healing in the name of Jesus. Amen. പ്രിയരെ, പെട്ടെന്ന് ചെക്ക് ചെയ്തേ. ഒരു നിമിഷം ചെക്ക് ചെയ്യുന്നിട്ട് ഒരു നിമിഷം ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ച മക്കളെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോട്ടെ. അതിനു മുമ്പായിട്ട് സാമ്പത്തിക കുരുക്കിന്റെ അകത്ത് കിടക്കുന്നവർ ശ്രദ്ധിച്ച്, സാക്ഷ്യം പറയാനുള്ളവർ പറഞ്ഞിട്ട് പോലെ സാമ്പത്തിക കുരുക്കിൽ കിടക്കുന്നവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവ് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ, അവരുടെ വിതകളെ അനുഗ്രഹിക്കുന്നപ്പ, വാരി വിതറുവാനുള്ള നന്മയ്ക്ക് വായ്പ മേടിക്കത്തില്ല. കർത്താവ് വിതച്ച മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു, അവരുടെ വരുമാന മാർഗ്ഗം വർദ്ധിക്കും. എടുക്കും തോറും വർദ്ധിക്കും. വാരി വിതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ അതുപോലെ തന്നെ ഞെരുക്കത്തിരിക്കുന്നവരെ മിറക്കിൾ മണി കൽപ്പിക്കുക. എല്ലാ ദിവസവും മിറക്കിൾ മണി പറയണം. ആകാശത്തിന്റെ കിളി വാതിൽ തുറന്ന് ദൈവം എനിക്ക് സ്ഥലം പോരാതെ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വായ്പ മേടിക്കത്തില്ല. ദിവസവും വിതയ്ക്കുക, ആത്മാവിൽ വിതയ്ക്കുക, ആത്മാവിൽ കൊയ്യും. ആമേൻ. സാക്ഷ്യമുള്ളവര് പെട്ടെന്ന് മ്യൂട്ട് മാറ്റി പറയാവോ? സാക്ഷ്യമുള്ളവര്
ബ്രദറെ ഞാന് ആ കവറില് മുറിക്കകത്തിരിക്കുന്നുണ്ട് ഫയലെന്ന് പറഞ്ഞത് എന്റെ ഭർത്താവും മെയിലാ ജനിച്ചത്. ആ അപ്പൊ അതിന് ബൈപ്പാസ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അറ്റാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ബൈപ്പാസ് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കും. കൈവച്ച് പ്രശ്നം കൽപ്പിച്ചോണം. സർജറി ഇല്ലാതെ തന്നെ അത്ഭുതമായി തീർന്നു പറ കേട്ടോ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തയാൾ. പ്രൈസ്തലോട് ബ്രദറെ. ആ പിന്നെ ബ്രദർ ഒരു 3-4 മാസത്തിന് മുമ്പ് ഒരു ആലോചന പറഞ്ഞിരുന്നു. അകത്തെ മുറിയില് അലമാരിയില്, അതായത് ഷെൽഫ് പോലുള്ള അലമാരിയില് ചുരുണ്ടതായിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പുറത്തെ മുറിയിലിരിക്കുന്നു. മരുമോളാണ് ആ മുറിയിലുള്ളത്. രാത്രി കണ്ട് അടച്ചിട്ടിരിക്കായിരുന്നു. അപ്പൊ എന്താ സംഭവം എനിക്കറിയാം, അവിടെ എന്തോ ഇരിപ്പുണ്ടെന്നറിയാം. എന്തോന്ന് പിന്നെ ശ്രദ്ധിച്ചതുമില്ല, ഞാൻ പറഞ്ഞതുമില്ല. അപ്പം ദൈവം വലിയ പ്രവൃത്തി ചെയ്തു. വിശ്വസിക്കാനാവുന്നില്ല. ഇന്ന് പിന്നെ മോള് ഈ വരുന്ന ശനിയാഴ്ച മോൻ്റെ അടുത്ത് ദുബായിൽ പോകാനായിട്ട് ഞാൻ ബുക്കിംഗ് ആയി. അപ്പം ഇന്ന് പെട്ടിയൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് എടുത്തപ്പം ചുരുണ്ടായിട്ടിരുന്നത് ഇത് പൊതിയുന്ന റോളായിരുന്നു, ഈ പ്ലാസ്റ്റിക്കിന്റെ. അത് കയ്യിലെടുത്തപ്പോഴാണ് ഞാൻ ബ്രദർ പറഞ്ഞത് ഓർത്തത്. ഈ ചുമന്ന വെള്ള ഈ റോള് പോലുള്ളത് അലമാരി വെച്ചിരിക്കുന്ന വലിയൊരു ദൈവപ്രവൃത്തി ആ റൂമിലിരിക്കുന്ന മാൾക്ക് ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്ന്. അത് ഇതായിരുന്നു ബ്രദറെ. അപ്പൊ ശനിയാഴ്ച മോൻ്റെ അടുത്തോട്ട് പോവുക. ഈ പ്രതിസന്ധിയിൽ ദൈവം ഇങ്ങനെ അത്ഭുതം ചെയ്യുമോന്നാണ്. എത്ര അത്ഭുതം ചെയ്തിരിക്കുന്നു. മോന് വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് ഇന്നും. പക്ഷെ കർത്താവ് മകളെ മോൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കുകയാണ്. അപ്പം ബ്രദറെ അവരെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇത് വലിയൊരു സാക്ഷി പക്ഷേ വേറെ ഒന്നിനും ഭാരപ്പെടേണ്ട. ദൈവാത്മാ നമുക്കോട്ടെ. നിങ്ങൾ സമരം കണ്ടോ, ആ അത്ഭുതം നടന്നു കഴിഞ്ഞ ശേഷം മുറി തുറന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു സാധനം അവിടെ ഇരിക്കുന്ന മനസ്സിലായത്. കണ്ടോ? അപ്പൊ കർത്താവ് ആ ഭവനത്തിന്റെ അകത്ത് ദൈവം കണ്ടു. അത് താഴെ പോയപ്പോൾ അവർക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു സാധനം അടയാളം അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടായിരുന്നു മനസ്സിലായത്. കണ്ടോ? അപ്പൊ കർത്താവ് എത്രത്തോളം വിശ്വസ്തൻ, അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയും ആ നന്മയെ റിലീസ് ചെയ്യുകയും ദൈവം ചെയ്തു. ധൈര്യമായിട്ട് പോകാൻ പറ. ദൈവം അവിടെ രാജ്യത്ത് നന്മ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ശില്പയാണ് ബ്രദറെ. എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ ഇപ്പൊ കിംസ് ഹോസ്പിറ്റലില് ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം കുവൈറ്റിലോട്ടുള്ളൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം എക്സാം ദൈവകൃപയാല് എനിക്കത് പാസ്സായി. അത് കാരണം എനിക്കൊരു 10 വർഷം മുൻപ് 2016 നമ്മൾ പാമ്പാടിയിലെ ഒരു വീട്ടില് പ്രാർത്ഥന കൂടിയപ്പോൾ അന്ന് ദൈവാത്മാവ് ബ്രദറോട് ഇടപെട്ട് എനിക്ക് വിദേശ നന്മയുണ്ട് എന്നുള്ളൊരു വാഗ്ദത്തം എനിക്ക് അന്ന് പറഞ്ഞതാണ്. അത് 10 വർഷം മുന്നാണ്, 2016 അന്നൊരു ഇത് 2026 അത് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ദൈവകൃപയാല് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അന്ന് 2016 ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നതേ ഉള്ളൂ. അന്നേരം ലാബിൻ്റെത് ഫസ്റ്റ് ഇയർ പഠിക്കുന്നതേ ഉള്ളൂ. ഈ വർഷം കഴിഞ്ഞ ദിവസമായിരുന്നു എനിക്ക് എക്സാം. അന്ന് ഞാൻ പ്രാർത്ഥനയിൽ അനിൽ ബ്രദറിനും അൻ സിസ്റ്ററും പിന്നെ അജിത സിസ്റ്റർ എൻ്റെ ആൻറ്റിയാണ്, ഞാൻ അവർക്കെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ അന്ന് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് അന്ന് കർത്താവ് എനിക്ക് പറഞ്ഞു തന്നതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസുകളുമാണ് അന്ന് ആ എക്സാമിന് വന്നത്. എക്സാമിന് പാസ്സായി എന്ന് ഒരു റിപ്പോർട്ട് ചെയ്തു. എക്സാമിന് പാസ്സായി കഴിഞ്ഞിട്ടാണ് ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ആ ഇന്റർവ്യൂവിന് പോകുന്നതിന് തലേന്ന് ആന്റി കുഞ്ഞായിട്ട് ഞങ്ങൾ എല്ലാവരെയും പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. എല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ആന്റി പറഞ്ഞു തന്ന വചനം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാം വാക്യാണ്. ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കുമെന്നായിരുന്നു. ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു, അത് ഏറ്റെടുക്കുന്നു. അന്നത്തെ ദിവസം ഇന്റർവ്യൂല്, പിറ്റേ ദിവസം ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ചോദിച്ചത് ദൂതൻ അതിനു മുന്നേ അയച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് ആ ഇന്റർവ്യൂ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് ദൈവം തന്ന അനുഗ്രഹത്തെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റി. അതെനിക്ക് ഇന്നലെ തന്നെ അവർ ഇൻഫോം ചെയ്തു, സെലക്ഷൻ ആയി എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്നു. എത്ര വലിയ നന്മ പറഞ്ഞാലും മതി വരില്ല. കർത്താവ് ഏറ്റവും അധികം അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. തുടർന്നും പ്രോസസ്സുകൾ ഉണ്ട്. ദൈവ അനുഗ്രഹിച്ചതിന് നന്ദി. 10 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഏറ്റവും
എനിക്കറിയില്ല. നമ്മള് തീർച്ചയായും 90-ലൊക്കെ സിസ്റ്റർ, എനിക്ക് വളർത്തുന്നതിന് തോന്നുന്നു സിസ്റ്റർ കുവൈറ്റിലോട്ടാ പോണല്ലേ? ആ, അതെ, yes, ബ്രദറെ. തീർച്ചയായിട്ടും ഇത് വലിയൊരു അത്ഭുതമാണ്. സുഹൃത്തെ, 10 വർഷം മുമ്പ് ഞാൻ ഒരുമിച്ച് ആ ചെറിയ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ദൈവം അനുസ് പറഞ്ഞത്, അന്ന് ഫസ്റ്റ് ഇയർ പഠിക്കുവാണ്. പക്ഷെ അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്നെ കർത്താവ് വിദേശത്തേക്ക് രാജ്യങ്ങളുടെ നന്മ തരും എന്ന് പറഞ്ഞതുപോലെ തന്നെ 10 വർഷത്തിന് ശേഷം ആ പ്രവചന നിവൃത്തിയിലേക്ക് പ്രിയ മകള് വരുവാൻ ഇടയായിത്തീർന്നു. ആമേൻ. സിസ്റ്റർ, തീർച്ചയായിട്ടും കുവൈറ്റിൽ നമുക്ക് അതെ. കർത്താവിൽ പ്രയർ സ്റ്റേഷൻ നടക്കുന്നുണ്ട്. ഇനി ആ, വരാൻ പോകുന്നത് അതിന്റെ ആമേൻ. അതിന്റെ മുന്നോടി ആമേൻ. കർത്താവ് വിതയ്ക്കുക കേട്ടോ. അതിന്റെ മുന്നോടി നമ്മളെ വിതയ്ക്കും, ആമേൻ. സ്വീകരിക്കാം. നമ്മളെ തന്നെ കർത്താവ് വിതയ്ക്കുക. ആമേൻ. അപ്പൊ അവിടെ ചെല്ലുക. കർത്താവ് നമ്മളെന്തായാലും കുവൈറ്റ് വെച്ച് നമുക്ക് കാണാം. ആമേൻ. കർത്താവിന്റെ നാമത്തില്, ആമേൻ യേശുവിന്റെ ബ്രദറെ. നാമത്തിൽ അത് തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന. അപ്പൊ ഒരു തടസ്സവും ഇനി മുന്നോട്ട് ദുഷ്ട ആമേൻ നീ ഇടാതെ ബ്രദറെ. വണ്ണം ഇന്ന് ഓ, പറഞ്ഞ ഓ, വചനം പോലെ തന്നെ കർത്താവെ ദൂതനെ അയച്ച് കർത്താവ് അത് യാത്ര സഫലമാക്കി നിർമ്മിക്കുന്ന നീ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. നമുക്ക് കർത്താവ് എല്ലാ രാജ്യത്തുള്ളവരെ വരും വർഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് അതിന് നിങ്ങൾ ഓരോ രാജ്യത്തും ദൈവം ആക്കി വെച്ചിരിക്കുന്ന രാജ്യത്തിന്റെ കർത്താവിന്റെ വേലക്കാരായിട്ടാണ്. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. അതെ, എന്നാണ് ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ച് 3 മണിക്ക് ഞാൻ അങ്ങനെ എനിക്ക് ഉറക്കം പറഞ്ഞ കാരണം ഞാൻ കയറാറില്ല. ഞാൻ എന്നിട്ട് എനിക്ക് കയറി ഉറക്കം വന്നിരുന്നപ്പോ ഞാൻ കണ്ടത് ഇങ്ങനെ എന്റെ ഒരു വായ ഇങ്ങനെ തുറന്നിട്ട് നാക്ക് നീട്ടിയിരിക്കണം കേട്ടാ. അങ്ങനെ ഞാൻ കണ്ടു. അത് എന്റെ നാക്കുമ്മ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര നാക്കുമ്മ വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഇങ്ങനെ എനിക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും പാസ്റ്റർ പ്രാർത്ഥിച്ച് കഴിയുമ്പോ എനിക്ക് മാറാറുണ്ട്. അപ്പൊ ഇത് 2-3 ദിവസം ഇങ്ങനെ നിന്നപ്പോ ഞാൻ എന്തിട്ട് രോഗമാണാവോന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കാണും ചെയ്തു. അപ്പൊ ഞാൻ ഇന്ന് പാസ്റ്ററോട് പറഞ്ഞതാണ് അത്. സിസ്റ്റർ കൈവച്ച് പറഞ്ഞാൽ ഒരു രോഗത്തിന് എന്റെ മേൽ അവകാശമില്ല, എന്റെ നാവ് കർത്താവിന്റെ നാവാണ് എന്ന് തന്നെ കൽപ്പിച്ചോണം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഇത് പൂർണ്ണ വിടുതൽ സംഭവിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. പറഞ്ഞു. ഞാന് വേറെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയായിരുന്നേ. സുവിശേഷം 12-ാം അധ്യായം അതിലെ 43-45 വാക്യങ്ങളിൽ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? നീരില്ലാത്ത സ്ഥലം അന്വേഷിച്ച് നടന്നു കണ്ടില്ലതാനും പിന്നെ ആ വ്യക്തി അവിടുന്ന് പോയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയി അവിടെ ഒഴിഞ്ഞും അടിച്ചും വാരിയും അലങ്കരിച്ചിരിക്കുന്നത് കൊണ്ട് അതിനേക്കാൾ ശക്തിയേറിയ ആത്മാക്കളെയും കൊണ്ട് തിരിച്ചു വന്നെന്ന് പറയുന്നു. അതൊന്ന് ഇതിനകത്തോട്ട് ഞാൻ അതിന്റെ വിശദമായിട്ടൊന്ന് കേൾക്കാം. സിസ്റ്റർ, നമ്മള് മത്തായിയുടെ സുവിശേഷം എത്രയായിരുന്നു? മത്തായി 12:10 നമ്മള് വാക്യം നമ്മൾ ഓൾറെഡി അത് നേരത്തെ ഞാനത് എപ്പോഴും പറയുന്ന വാക്യമാണ് നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. അതായത് യേശു പറഞ്ഞു, ഒരുവന്റെ മേൽ നിന്നും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയാൽ അത് പിന്നെയും വരും അല്ലെ? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ വാക്യമല്ലേ അത്? 12 ഒരുവന്റെ മേൽ നിന്നും കേൾക്കുന്നുണ്ടോ പ്രസാദ് വരെ? കേൾക്കുന്നുണ്ട്. 12-43-45 ഒരുവന്റെ മേൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കി നോക്കിയേ. അത് വീണ്ടും നോക്കുന്ന വാക്യമുണ്ടോ? അശുദ്ധാത്മാവെ ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലത്തുകൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. നോക്കിയേ, അപ്പം അവന് കയറിയിരിക്കാൻ പറ്റുന്ന തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ തണുപ്പാണത്. അത് അന്വേഷിച്ച് നടക്കുക. ഒരുവന്റെ മേൽ നിന്നും ഭൂതം വിട്ടുപോയി. അതായത് യേശു അവനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, രോഗം സൗഖ്യമായാലോ ഭൂതം വിട്ടുപോയാലോ നിങ്ങൾ എന്ത് ചെയ്യരുത്? പിന്മാറി പോകരുത്. യേശു ഒരുവൻ എന്നിലും എൻ്റെ വചനത്തിലും വസിക്കണം. ഇല്ലെങ്കിൽ അടുത്ത വാക്യം പറയുന്നു, അവൻ പുറപ്പെട്ടു പോകുന്ന തൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചില്ല. അപ്പൊ പിന്നെ നോക്കും എന്തെങ്കിലും ചാൻസ് ഉണ്ടോ. പൗലോസ് പറഞ്ഞില്ലേ, പിശാചിന് ഇടം കൊടുക്കരുത് കേട്ടോ. അവൻ തിരിച്ചു നോക്കുമ്പോഴേക്കും നിങ്ങൾ പ്രാർത്ഥനയില്ല, വചനവും ഇല്ല, ആരാധനയില്ല, സൗഖ്യമൊക്കെ നടന്നു, പിന്നെ പറയാം സമയമില്ല, തിരക്കാ കേട്ടോ. ചിലർ കണ്ടിട്ടില്ല അങ്ങനെ. സൗഖ്യം കിട്ടും, പിന്നെ ആ വഴിക്ക് വരത്തേ ഇല്ല. അവര് പിന്നെ എന്ത് ചെയ്യും? ആരാധനയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പിന്മാറി പോകുമ്പോൾ തണുപ്പിന്റെ അനുഭവം ഉണ്ടാവും. നോക്കിയേ, ആത്മാവിൽ ചൂട് പിടിച്ചുകൊണ്ടൊരവസ്ഥയുണ്ട് കേട്ടോ. അവരാത്മാവിൽ ചൂട് പിടിച്ചവരായി. ആത്മാവിന്റെ ചൂട് കൊണ്ട് ആത്മാവിന്റെ തണുപ്പ് കൊണ്ട്, അതാണ് ആത്മീയ മുരടിപ്പാണ്. അവൻ വിട്ടേച്ചു പോകുന്നത് എന്ത് ചെയ്യും? പുള്ളി നോക്കുമ്പോൾ സുഖമാണ്. ഇയാൾ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, വചനം വായനയില്ല, ലോകപ്രകാരം ജീവിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ? ഈ പിശാച് പോട്ട് എന്ത് ചെയ്യും? അടുത്ത വാക്യത്തിൽ പറഞ്ഞു, അവൻ പുറപ്പെട്ടു പോയ എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. അവൻ പറയുന്നത് ഉടനെ വന്നിട്ട് പറയും, അത് അടിച്ചു വാരി അലങ്കരിച്ച്, അതായത് അവന് കയറിയിരിക്കാൻ യോഗ്യമാക്കി വെച്ചിരിക്കുക. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നറിയോ? പിന്നെയും പോയിട്ട് ദുഷ്ടതയേറിയ 7 ദുരാത്മാവ് അവന്റെ കൂട്ടുകാരായിരിക്കും, അതിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ മനുഷ്യന്റെ സ്ഥിതി പിന്നത്തേതിനേക്കാൾ വഷളാക്കും. എനിക്ക് ഒത്തിരി പേരെ അറിയാം കേട്ടോ.
പ്രാർത്ഥനയിൽ വന്നിട്ട് പിന്മാറിപ്പോയിട്ട് ജീവിതം, ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വന്നു. കഴിഞ്ഞിടെ ഞാൻ കേട്ടൊരു വലിയ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞു, ഇനി നീ മദ്യപിച്ചാൽ നിന്റെ കരള് പോകുന്ന രീതിയിൽ. കാര്യം അയാൾ ഭയങ്കര വിശ്വാസത്തിൽ വന്നയാളാണ്. പിന്നീട് എന്ത് ചെയ്തു? പിന്മാറിപ്പോയി. അദ്ദേഹം പിന്മാറിപ്പോയി, വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. ആ മദ്യപാനം ഇരട്ടി, പണ്ടത്തേതിനേക്കാൾ ഇരട്ടി വന്നു. ഇപ്പൊ കേൾക്കുന്നു, ഇനി കഴിച്ചാൽ നീ മരിക്കുമെന്ന് പറയുന്ന രീതിയിലേക്ക്. കണ്ടോ, പിന്നത്തേതിനേക്കാൾ വഷളായിപ്പോയി. ഇപ്പൊ പ്രിയരെ, യേശുവിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഒരുവൻ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും. അപ്പൊ പ്രസാദ് പറ, മനസ്സിലായതോ? മനസ്സിലായി. സ്വത്രം ഒരു സാക്ഷിയുണ്ട്. ഞാൻ ഇന്ന് 2 വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയായിരുന്നു. അവിടെ ഒരു അമ്മച്ചിയുടെ കാല് കല്ല് കൊണ്ടിട്ട് കാല് നൊത്തി നടക്കാൻ മേലാതെ കിടക്കുമായിരുന്നു. ഇന്ന് അവിടെ പറഞ്ഞു പ്രാർത്ഥിച്ചു, ബലപ്പെടുത്തി അവർ എഴുന്നേറ്റ് നടന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ്. പുറപ്പെടുക, അനേകരോട് പറഞ്ഞ പോലെ തന്നെ കടക്കാൻ മേലാത്ത ആളായിരുന്നു കാലില്. പക്ഷേ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്ത് ചെയ്തു? അത്ഭുതകരമായി തന്നെ നടത്തിച്ചു. ഗോഡ് ബ്ലസ് യു ബ്രദറെ. അനേകർക്ക് ഇനിയും കർത്താവിനാൽ ഉപയോഗിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ അന്യഭാഷ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പൊ പെട്ടെന്നൊരു